ഹലോ, ഞാൻ പ്രതാപൻ. ഇന്നത്തെ വീഡിയോയിൽ MS വേഡിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു ടേബിൾ തയ്യാറാക്കുന്നതെന്നുള്ളതാണ്. ടേബിളിന് വളരെ എക്സാമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും നമ്മുടെ കലണ്ടറാണ്. കലണ്ടർ തയ്യാറാക്കിയത് ആ ഫോർമാറ്റിനെയാണ് ടേബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്ന MS വേഡിൻ്റെ ചില ഫയലുകളിൽ ടേബിളുകളിലൂടെ നമുക്ക് കുറച്ച് ഡേറ്റകൾ തയ്യാറാക്കപ്പെടേണ്ടി വരികയാണെങ്കിൽ നമ്മൾക്ക് ഒരു ടേബിളിനകത്ത് റോയും കോളവും ഇൻസർട്ട് ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് കോളത്തിൻ്റെയും റോയുടെയും ഹൈറ്റും വിഡ്ത്തും എല്ലാം സെയിം ആക്കി നമുക്ക് കുറച്ച് മീനിങ് ഫുള്ളായ അട്രാക്റ്റീവായിട്ടുള്ള ഒരു മാറ്റം തയ്യാറാക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ MS വേഡിലൂടെ എങ്ങനെ ടേബിൾ ഇൻസർട്ട് ചെയ്തിട്ട് അതിനെ ഈ പറയുന്ന രീതിയിലാക്കിയെടുക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുള്ള ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യുക. ടേബിൾ ഇൻസർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ MS വേഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നേരിട്ട് പോവുക. ഇൻസർട്ട് മെനുവിലാണ് ടേബിളിൻ്റെ ഇൻസർട്ട് ചെയ്യാനുള്ള കമാൻഡ് അടക്കം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് രണ്ടാമത്തെ കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര റോയും കോളവും വേണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്ത് ഈ പോർഷനെയാണ് നമ്മൾ ആ കോളമായിട്ട് മെഷർ ചെയ്യുന്നത്, ഇതിനെ റോയായിട്ടാണ് മീൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് രണ്ടും നമ്മൾ ടേബിളിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ രണ്ടും അറിഞ്ഞിരിക്കണം. രണ്ടിൻ്റെയും കമാൻഡുകൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത്. അപ്പം നമ്മളൊരു ടേബിൾ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലായിട്ട് രണ്ട് ടാബൂടെ വരുന്നുണ്ട്. ടേബിൾ ഡിസൈൻ, ലേ ഔട്ട് എന്നുകൊണ്ട് ടാബ്. പണ്ട് ഈ പറയുന്ന ടാബ് രൂപത്തിലായിരുന്നില്ല കമാൻഡുകൾ സെറ്റ് ചെയ്തിരുന്നത്, മെനു ആയിട്ടായിരുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ ചിലപ്പം MS വേഡിൻ്റെ പഴയ വെർഷൻ ആയിരിക്കാം. അതിൽ ഈ രൂപമായിരിക്കണമെന്നില്ല. നമ്മൾ ടോപ്പിൽ എഴുതിയിരിക്കുന്ന ഇൻസർട്ട് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് താഴോട്ട് വരികയായിരുന്നു. അങ്ങനെയുള്ളതാണ് മെനുവായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ പക്ഷെങ്കിൽ പുതിയ വെർഷനുകളിലെല്ലാം ടാബ് രൂപത്തിലാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ മെനുവിൻ്റെ പോർഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് പോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കമാൻഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ടാബായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടേബിൾ ഇൻസർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് രണ്ട് മെനു ക്രിയേറ്റ് ആവുന്നുണ്ട്, ടേബിൾ ഡിസൈനും ലേ ഔട്ടും. ടേബിൾ ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡിസൈനുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ടേബിൾ ഇൻസർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ ഒരു സിമ്പിൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് ടേബിളിൻ്റെ സെലക്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേബിളിനെ മൂവ് ചെയ്യാം, ടേബിളിൻ്റെ സെലക്ഷൻ കംപ്ലീറ്റ് ആവും. അങ്ങനെയൊക്കെയുള്ള പർപ്പസിന് വേണ്ടിയാണ്. അപ്പം ടേബിൾ ഡിസൈനിൽ എടുത്തു കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടേബിളിൻ്റെ കുറേ ഡിസൈനുകൾ അവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഏത് വേണം സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ചൂസ് ചെയ്താൽ മതി. അതിനനുസരിച്ചുള്ള ഒരു ടേബിൾ ക്രിയേഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ ഡിസൈനിനെ പ്രീ ഡിഫൈൻഡ് അല്ലാതെ നമുക്ക് മാനുവലി ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് ടൂൾ ബാറുകൾ ഇവിടെ അവൈലബിൾ ആണ്. ആ ടൂൾസുകളിലൂടെ നമുക്ക് വേണ്ടുന്ന സംവിധാനം ക്രമീകരിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ടേബിളിന് ഒരു തരത്തിലുള്ള ഫോർമാറ്റുകളില്ലാതെ നോർമലിലുള്ള ഒരു ടേബിളിൽ എങ്ങനെ കളർ കൊടുക്കാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പോർഷനിലാണോ കളറുകളോ മറ്റുള്ള കാര്യങ്ങളോ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പൽസറി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ വർക്കാവത്തില്ല. അപ്പം ഷെയ്ഡിങ് ആണെങ്കിൽ ഷെയ്ഡിങ് കൊടുക്കുക. ഏത് കളർ വേണമെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കളർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഷെയ്ഡിങ് ഷെയ്ഡിങ് ഒഴിവാക്കാൻ വീണ്ടും ഓരോ പോർഷനിൽ പോയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു അൺഡു എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് പഴയ രൂപത്തിലേക്ക് ക്രമീകരിച്ചു. അടുത്തത് ബോർഡറിൻ്റെ സ്റ്റൈൽ, ഏത് രീതിയിലുള്ള സ്റ്റൈൽ വേണം. പക്ഷേങ്കിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പുതിയതായിട്ട് ഇൻസർട്ട് ചെയ്യുന്ന ടേബിളിനൊരു ബോർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായല്ലോ? അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അതായത് ഒന്നുകിൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ കമ്പൽസറി നമ്മൾ ചെയ്യേണ്ടത് ഏത് ബോർഡർ വേണോ അതിനുവേണ്ടി ഒരു കമാൻഡ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ബോർഡർ പെയിൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് ഈ ലൈനിൻ്റെ മുകളിലൂടെ വരച്ച് ചേർക്കണം. എങ്കിലേ നമ്മൾ കൊടുത്ത പുതിയ ബോർഡറിൻ്റെ സ്റ്റൈല് അപ്ലൈ ആവത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിന് പകരമാണ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടേബിൾ ഫോർമാറ്റുകൾ നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രീ ഡിഫൈൻഡ് ആകുമ്പോൾ ഈസിയാണ്, നമ്മൾക്കവിടെ ആൾറെഡി എല്ലാം ഉണ്ട്, യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ കളറുകൾ ഏത് വേണമെന്ന് വെച്ചാൽ പെന്നിൻ്റെ കളറുകൾ ഇപ്പം നിലവിൽ നമ്മൾ ഏത് കളർ സെറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഇത് ക്രമീകരിക്കപ്പെടുന്നു. നമുക്ക് ബോർഡറുകൾ ഇല്ലാതാക്കാൻ പറ്റും. അവിടെ ബോർഡർ ഷോ ഓർ ഹൈഡിങ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ലൈനുകൾ ഏതൊക്കെ ഭാഗത്തുള്ള ബോർഡറുകൾ വേണ്ട എന്നുള്ളതെല്ലാം നമുക്ക് ക്രമീകരിക്കാൻ ഈ പറയുന്നത് ബോട്ടം ബോർഡർ പറഞ്ഞാൽ ബോട്ടം ബോർഡർ മാത്രം ഷോ ആൻഡ് ഹൈഡാണ്, ടോപ്പ് ബോർഡർ പറഞ്ഞാൽ ടോപ്പ് ഹൈഡ് ആൻഡ് ഷോയാണ്.
അപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ ബോർഡർ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ബോർഡർ ഒഴിവായി. ഇവിടെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റ് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഷെയ്ഡിങ് അവിടെ നിലനിൽക്കുന്നത്. മറിച്ച് പ്രീ ഡിഫൈൻഡ് അല്ലാത്ത ഒരു ടേബിൾ, നോർമൽ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു നിശ്ചിത അകലം ക്രമീകരിച്ചാണ് തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിലും ടേബിളിലൂടെ തയ്യാറാക്കി കഴിഞ്ഞാൽ നിശ്ചിത അകലത്തിൽ ഇൻഫർമേഷനുകൾ തയ്യാറാക്കാം. എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബോർഡറുകൾ ടേബിളിൻ്റെ ബോർഡർ ഒഴിവാക്കി എടുത്താൽ മാത്രം മതിയാവും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇതുപോലെ തയ്യാറാക്കിയ ഒരു ടേബിൾ നിശ്ചിത അകലം ക്രമീകരിച്ചാണ് ഇൻഫർമേഷനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ടേബിൾ വേണ്ട, ഈ ക്രമത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടേബിൾ സെലക്ട് ചെയ്യുക, ബോർഡറിൻ്റെ സെക്ഷനിൽ പോവുക, ബോർഡർ നണ്ണാക്കി കൊടുത്താൽ മാത്രം മതി. നോ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ ബോർഡർ ഇല്ലാതെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ കഴിയും. അപ്പം അതാണ് ആ മെനുവിൽ പ്രധാനമായിട്ടും വരുന്ന വിവരങ്ങൾ. അടുത്തത് ലേഔട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയ ടേബിൾ നമുക്ക് ഇൻസർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അതിന് ഒരു ടേബിളിനുള്ളിൽ തന്നെ പുതിയൊരു ടേബിളിനെ മേക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഡ്രോ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു ടേബിൾ പുതിയതായിട്ട് ഇപ്പോൾ വരച്ച് ചേർക്കേണ്ടി വരിക, അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓപ്ഷൻ യൂസ് ചെയ്താൽ മതിയാവും, ഡ്രോ ടേബിൾ എന്ന് പറയുന്നത്. അടുത്തത് ഇറേസ് ആകുമ്പം നമുക്ക് ടേബിളിൻ്റെ ബോർഡറോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളമോ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് വേണമെങ്കിൽ ഇറേസർ. പക്ഷേ ടേബിളിനകത്ത് കർസർ നിൽക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന ഓപ്ഷനുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടേബിളിനകത്ത് കർസർ അല്ലെങ്കിൽ ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ രണ്ട് മെനുവും ഓപ്പൺ ആവത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല. അല്ലാത്ത ഘട്ടത്തിൽ കർസർ എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ടേബിളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ആ കമാൻഡിനെ പരത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് ടേബിളിനകത്ത് സെലക്ഷനോ അല്ലെങ്കിൽ കർസറോ ഇരിക്കുമ്പോൾ മാത്രമേ ആ രണ്ട് മെനു കിട്ടത്തുള്ളൂ. ലേഔട്ട് എടുത്തു, ഡിലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സെല്ലിനെ മാത്രം ഡിലീറ്റ് ചെയ്യാം, ഒരു പർട്ടിക്കുലർ കോളം മാത്രം ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് റോ, ഒരു റോ കംപ്ലീറ്റിലായി നമുക്ക് ഡിലീറ്റ് ചെയ്യണം. നമ്മൾ തയ്യാറാക്കിയ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് റോ പറഞ്ഞാൽ മതി, ആ റോ ഡിലീറ്റ് ആയിപ്പോവും. അതുപോലെ തന്നെ ഒരു കോളം ആണെങ്കിൽ അങ്ങനെ, ഒരു ടേബിൾ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിൾ തന്നെ ഡിലീറ്റ് ആയിപ്പോവും. നമുക്കൊരു പുതിയ റോ, ഒരു ടേബിൾ നിർമ്മിച്ചപ്പോൾ നമ്മളൊരു 5 കോളോ 5 റോയുമാണ്. പക്ഷേ 5 റോയിലും കോളത്തിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഫിനിഷായി. അപ്പോൾ അടുത്തത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ലാസ്റ്റ് പോർഷനിൽ പോയിട്ട് ലാസ്റ്റ് സെല്ലിൽ പോയിട്ട് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഇൻസർട്ട് ആവും. അതെല്ലാം നമുക്കത് മാനുവൽ ആക്കണമെന്നുണ്ടെങ്കിൽ എബോവ് ബിലോ റോയോ കോളോ ഇൻസർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എബോവ് ആണെങ്കിൽ ഇൻസർട്ട് എബോവ് പറയുക, അപ്പോൾ പുതിയ റോ ഇൻസർട്ട് ആവും. ബിലോ ആണെങ്കിൽ ബിലോ പറയുക. നമ്മുടെ കർസർ എവിടെയാണോ ഇരിക്കുന്നത് അതിനടുത്തായിട്ടായിരിക്കും ബിലോ ആയിട്ടും എബോവ് ആയിട്ടും റോ വരുന്നത്. അതേപോലെ തന്നെ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണ്, ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്ന് മെൻഷൻ ചെയ്യുക, അപ്പം പുതിയത് ക്രിയേറ്റ് ആവും. അതിന് അടുത്ത് തന്നെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഇൻസർട്ട് കോളം ഉണ്ട്, ഇൻസർട്ട് റോയും ഉണ്ട്. റോ ആണെങ്കിൽ ബിലോയുണ്ട്, എബോവ് ഉണ്ട്. കോളമാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും. സെല്ലുകളെ മെർജ് ചെയ്യുക, ഒന്നോ അതിലധികമോ സെല്ലുകളെ മെർജ് ചെയ്ത് ഒറ്റ ഒരെണ്ണമാക്കണമെങ്കിൽ മെർജ് സെൽസ് പറഞ്ഞാൽ മതിയോ. മെർജ് സെല്ലായി. ഇനി ഈ പറയുന്ന ഇൻഫർമേഷൻസുകളെ നമുക്ക് സ്പ്ലിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അടുത്തത് യൂസ് ചെയ്യുക. അത് എത്ര റോയും കോളമാണ്, അത് ക്രിയേറ്റ് ആയി. അതേപോലെ തന്നെ ടേബിൾ സ്പ്ലിറ്റ് ചെയ്യുക. ഈ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ ടേബിളിനെ രണ്ടായിട്ട് മുറിക്കണം. അടുത്തത് നമ്മൾ ടൈപ്പ് ചെയ്ത ഇൻഫർമേഷനെ ബേസ് ചെയ്ത് റോയുടെയും കോളത്തിൻ്റെയും വിഡ്ത്തും ഹൈറ്റും സെയിം ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇവിടെ നമുക്ക് ആട്ടോ ഫിറ്റ് എന്ന് പറയുന്ന സംവിധാനം. അത് കണ്ടൻസിനെ ബേസ് ചെയ്ത് ഫിറ്റാക്കാം, വിൻഡോയെ ബേസ് ആക്കാം. അതുപോലെ തന്നെ ഫിക്സഡ് കോളം വിഡ്ത്തായിട്ട് നമ്മൾ പറയുന്ന കോളം വിഡ്ത്തിനനുസരിച്ച് ആട്ടോ ഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, അതിനനുസരിച്ച് ക്രമീകരിക്കും. അതേ അവസരത്തിൽ നമുക്ക് മാനുവലായിട്ട് കോളത്തിൻ്റെ വിഡ്ത്തും റോയുടെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടൂൾസ് തന്നെ, ഇവിടെ കമാൻഡ് തന്നെ അവൈലബിൾ ആണ്. നമുക്ക് പോയിന്റ് പറയാം. നമ്മൾ ചിലപ്പം ചില അസൈൻമെൻറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ളതോ ചെയ്യേണ്ടി വരുമ്പോൾ അവർ പറയും ഇത്ര റോയുടെ വിഡ്ത്തും ഹൈറ്റും ഉള്ളത് നിർമ്മിക്കാൻ. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കാം. അടുത്തത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് റോസ് ആൻഡ് കോളംസ് എന്ന് പറയും. അതിൻ്റെ ഉപയോഗം നമുക്കിപ്പോൾ റോയുടെയും കോളത്തിൻ്റെയും വിഡ്ത്ത് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പം നമുക്ക് റോയുടെയും കോളവും വിഡ്ത്തും മൗസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓരോ പോയിൻ്റിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് മൂവ് ചെയ്താൽ മതി. ഇതേപോലെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോയുടെയും കോളത്തിൻ്റെയും വിഡ്ത്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അത് ഓരോ ബോർഡറിൻ്റെയും അവിടെ മൗസിൻ്റെ പോയിൻ്റർ കൊണ്ടുവെക്കുക. അപ്പോൾ ഒരു പുതിയ സിമ്പൽ, രണ്ട് സൈഡും ഹെഡുള്ള ഒരു ആരോ മാർക്ക്, ഒരു പ്രത്യേക സിമ്പൽ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് ഉപയോഗിച്ചാൽ മതിയോ. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിനകത്തെ റോയുടെയും കോളവും റോയുടെ ഹൈറ്റും വിഡ്ത്തും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ഈ പറയുന്ന ടേബിൾ ലേഔട്ടിനകത്തെ ഡിസ്ട്രിബ്യൂട്ട് റോ. പറഞ്ഞു കഴിഞ്ഞാൽ റോയുടെ സെലക്റ്റഡ് ആയിട്ടുള്ള റോയുടെ വിഡ്ത്ത് നമുക്ക്
ഹൈറ്റ് നമുക്ക് ഈക്വൽ ആക്കിയെടുക്കാം. അതേപോലെ തന്നെ കോളത്തിൻ്റേത് വിഡ്ത്ത് നമുക്ക് ഈക്വൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് കോളം യൂസ് ചെയ്യാം. അപ്പോൾ 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ട് റോസ്, ഡിസ്ട്രിബ്യൂട്ട് കോളംസ് എന്ന് പറഞ്ഞിട്ട്. അത് രണ്ടും ഉപയോഗിക്കുമ്പോൾ കമ്പൽസറി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ, അതല്ലെങ്കിൽ വർക്ക് ആവത്തില്ല. ഈ പറയുന്ന പല കമാൻഡുകളും പ്രവർത്തന സജ്ജമാകണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ വർക്കാവത്തുള്ളൂ. വളരെ ശ്രദ്ധിക്കുക. ഇനിയും നമുക്ക് ഇതിനകത്ത് അടക്കം ചെയ്തിരിക്കുന്ന കണ്ടൻസുകൾ എവിടെ പൊസിഷൻ ചെയ്യണം, ഹൈറ്റിലാണെങ്കിൽ എങ്ങനെ, വിഡ്ത്തിലാണെങ്കിൽ എങ്ങനെ, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ സെൻറ്ററിലാണോ അല്ലെങ്കിൽ ടോപ്പാണോ മിഡിലാണോ ബോട്ടമാണോ, ആ ക്രമീകരണത്തിനെയാണ് അടുത്തതായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടത്. അതായത് അലൈൻമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് അലൈൻമെൻറ്റിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് വേർഡിനകത്ത് ടെക്സ്റ്റ് പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെയാണ് ടേബിളിനകത്ത് അടക്കം ചെയ്തിരിക്കുന്ന വിവരങ്ങൾ എവിടെ പൊസിഷൻ ചെയ്യണം, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ മിഡിലാണോ ടോപ്പാണോ എന്നുള്ളത് മെൻഷൻ ചെയ്യുക. അടുത്തത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തയ്യാറാക്കിയ ടേബിളുകൾ നമ്മുടെ പീരീഡിനെ ടേബിൾ രൂപത്തിൽ നമ്മൾ തയ്യാറാക്കാറുണ്ടായിരുന്നു. അത് ചിലപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ കോർണറിൽ നിന്ന് റൈറ്റ് എഴുതി, ബോട്ടമിൽ കോർണറിൽ നിന്ന് റൈറ്റ് ചെയ്ത് ടോപ്പിലേക്ക് ഒരു ചരിച്ചെഴുതി വെച്ചിരിക്കുന്ന കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു കമാൻഡ് ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എല്ലാ ഓപ്ഷനും കിട്ടില്ല, ഒരു ഡയറക്ഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഈ പറയുന്ന ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ MS Excelലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ടത് കോർണർ ഡയറക്ഷൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അടുത്തത് സെൽ മാർജിനാണ്. കർസർ ഈ പറയുന്ന ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് മാർജിൻ സെറ്റ് ചെയ്യാൻ, അതിനിവിടെ മാനുവലി നമുക്ക് ഇവിടുന്ന് തന്നെ ക്രമീകരിക്കാവുന്നതാണ്. അവിടെ പോകണമെന്ന് തന്നെ നിർബന്ധമില്ല, നമുക്ക് ടെസ്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ റൂളറിലൂടെ തന്നെ ക്രമീകരിക്കാൻ കഴിയും. അടുത്തത് നമ്മൾ തയ്യാറാക്കിയ ഇൻഫർമേഷൻസിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി അടുത്തൊരു ഓപ്ഷൻ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ തയ്യാറാക്കിയ ഒരു ഇൻഫർമേഷൻ ഇതേപോലെ ഉള്ളതാണെങ്കിൽ ഇതിനെ സോർട്ട് ചെയ്യാൻ പറ്റും. ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാം. അതിന് ടേബിൾ സെലക്ട് ചെയ്യാൻ മതി, സോർട്ടിൽ പോവാം. അവിടെ ചോദിക്കുന്നുണ്ട് സോർട്ട് ബൈ ഏത് കോളത്തിനെ ബേസിലാണ് സോർട്ട് ചെയ്യേണ്ടത്, നെയിമാണോ ഏജാണോ അഡ്രസ്സാണോ എന്നുള്ളത് മെൻഷൻ ചെയ്യാം. അപ്പം നെയിം ആണെങ്കിൽ നെയിം പറയാം, നെയിം ബേസ്ഡ്. അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ, അസെൻഡിങ് ആണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ A to Z വരും. ഡിസെൻഡിങ് എന്ന് പറയുന്നത് Z to A എന്നുള്ള തിരിച്ച് റിവേഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അത് നമ്പറിനും പറ്റും, അതേപോലെ തന്നെ ടെസ്റ്റുകൾക്കും പറ്റും. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, നമ്പറാണോ ഡേറ്റ് ആണോ, ഏത് വിവരങ്ങളെയും നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ തൽക്കാലം നെയിം ആക്കുന്നു, അവിടെ അസെൻഡിങ് ആക്കുന്നു. അതിനുശേഷം ദെൻ ബൈ ഉണ്ട്. ഒരേ സമയം മൾട്ടിപ്പിൾ കോളംസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില കണ്ടീഷൻസുകൾ ഉണ്ടാവാം. ഇപ്പം നെയിം ബേസ്ഡ് ആയിട്ട് നമുക്ക് 15 മാർക്കിൽ കൂടുതലുള്ളവരുടെ മാത്രം ലിസ്റ്റിനെ ക്രമീകരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവസ്റ്റ് ആയിട്ടുള്ളവരുടെ പേരുകളെ സോർട്ട് ഔട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോഴും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദെൻ ബൈ യൂസ് ചെയ്യുന്നത്. നെയിം നോക്കണം, അതോടൊപ്പം തന്നെ അവരുടെ മാർക്കോ അങ്ങനെ ഏജോ ഒക്കെ ബേസ്ഡ് ആയിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്ന് വെച്ചാൽ അസെൻഡിങ് ആണോ ഡിസെൻഡിങ് സെറ്റ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ടേബിളിനകത്തുള്ള ഇൻഫർമേഷൻ ക്രമമായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് തരും. വളരെ യൂസ്ഫുള്ളായ ഒരു കമാൻഡാണ് ആ പറയുന്ന സംവിധാനം. ലെങ്തി ആയിട്ടുള്ള ഇൻഫർമേഷൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു റോ ഇൻസർട്ട് ചെയ്യാൻ വളരെ ഈസി എന്ന് പറയുന്നത് ടാബ് യൂസ് ചെയ്താൽ മതി. ടാബ് യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ടാബ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുതിയ റോ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും, അടുത്ത പേജിലേക്കും പോകും. അങ്ങനെ വരുമ്പം നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരു 10,000 പേര് അല്ലെങ്കിൽ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ടേബിൾ ഫോർമാറ്റിലാണെന്ന് വെച്ചു. അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ച് ഈ ടോപ്പിലുള്ള റോ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ എല്ലാ പേജിലും ഇൻസർട്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കമാൻഡാണ് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. റിപ്പീറ്റ് ഹെഡർ റോസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 100 പേജ് ഉണ്ടെങ്കിൽ 100 പേജിലെയും ടേബിളിൻ്റെ കൊടുത്തിരിക്കുന്ന ടോപ്പിലുള്ള ഹെഡിങ്സ് കോമൺ ആയിട്ട് എല്ലാ പ്രിൻ്റ് ഔട്ടിലും നമുക്ക് ലഭ്യമാകും. അതിനു വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പമാർഗം, നമ്മൾ ആ ഫസ്റ്റ് റോ ഏത് റോയാണോ നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് നെക്സ്റ്റ് പേജുകളിലേക്ക് വേണ്ടുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം റിപ്പീറ്റ് ഹെഡർ റോസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ടേബിളിൻ്റെ വലിപ്പം കൂട്ടുക, നമുക്ക് എത്ര വേണമെന്നുള്ളത് നമ്മളവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത പേജിൽ ഈ പറയുന്ന റോ അവിടെ ഉണ്ടാവും, നമ്മൾ ടൈപ്പ് ചെയ്യാൻ നിൽക്കേണ്ട. അത് വളരെ യൂസ്ഫുള്ളാണ്. ഒരു 10-100 പേജുകൾ തയ്യാറാക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് വളരെ യൂസ്ഫുൾ. അത് അടുത്ത പേജിൽ ഇതവിടെ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അടുത്ത് നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ടേബിളിലുള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സം കാണാം, ആവറേജ് കാണാം, കൗണ്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള പല പ്രവർത്തനങ്ങളെയും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ഓപ്ഷനും നമുക്ക് ടേബിളിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ നമ്മളിപ്പം മാർക്ക് ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ മാർക്കിൽ ടോട്ടൽ കാണണം നമുക്ക്.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ലേഔട്ടിനകത്ത് FX എന്ന് പറഞ്ഞൊരു കമാൻഡ് ഇവിടെ ഉണ്ട്. ഫോർമുല എന്നാണ് ഉദ്ദേശിക്കുന്നത്. FX കൊണ്ട് കഴിഞ്ഞാൽ ആ സിമ്പിൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള ഒരു പുതിയ സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ ഇവിടെ ഡിഫോൾട്ടിൽ സം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. സം എബവ് ആണ്, അതായത് നമുക്ക് താഴെയാണ് അതിൻ്റെ ടോട്ടൽ വേണ്ടുന്നത്. നമ്പറിൻ്റെ ഫോമാറ്റ് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനുകൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ചില കാൽക്കുലേഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള കമാൻഡുകളെയാണ് ഫംഗ്ഷനുകൾ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും. ഇത്രയും MS വേഡിലുള്ളൂ. പക്ഷേ MS Excel പോലെയുള്ള ആപ്ലിക്കേഷനിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഏതാണ് നമുക്ക് വേണ്ടുന്നത്? സമ്മാണ് വേണ്ടുന്നത്, ടോട്ടലാണ് വേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ സം യൂസ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ടോട്ടൽ കിട്ടുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ FX എന്ന് പറയുന്നതിന് കൊണ്ട് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ടേബിളിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഇൻഫർമേഷനെ ഞാൻ പറഞ്ഞു. ടേബിൾ ഇല്ലാതാക്കാൻ എളുപ്പമാർഗ്ഗം നമുക്ക് അതിൻ്റെ ബോർഡർ ഹൈഡ് ചെയ്താൽ മതിയെന്ന് നേരത്തെ പറഞ്ഞു തന്നിരുന്നു. അതിന് പകരം അതേ സെയിം പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ തയ്യാറാക്കിയിരിക്കുന്ന ഇൻഫർമേഷനെ ടേബിൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷന് നമുക്ക് ടേബിളിൻ്റെ ക്രിയേഷനോടൊപ്പം തരുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കൺവേർട്ട് ടേബിൾ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പാരഗ്രാഫാണോ ടാബാണോ കോമയാണോ എന്താണ് വേർതിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ടേബിളിനെ റിമൂവ് ആക്കി ഇതേപോലെയുള്ളൊരു രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ സംഗതി തന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് ടേബിൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടേബിളിൻ്റെ ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ ടേബിളിൻ്റെ ബോർഡേഴ്സിനെ ഹൈഡ് ചെയ്താൽ മാത്രം മതിയാവും. നോ ബോർഡർ പറഞ്ഞാൽ ഇത് തന്നെയാണ് എഫക്റ്റ്. ഓക്കെ, ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ.